ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മുന്നേ ഇട്ട വ്ളോഗിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. നമ്മൾ രാജസ്ഥാനിലെത്തിയിട്ട് സുൽഖാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ് പകുതിക്ക് വെച്ചിട്ടാണ് അന്നേരം നിർത്തിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളെ കേരള സ്റ്റൈലിൽ ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടായിട്ടില്ല, സുൽഖയും ഫ്രണ്ടുമാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ അവർ വീഡിയോ എടുത്തതാണ്, ഒരു ഫോർട്ടിൽ പോയതാണ്. ഈ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ രാജസ്ഥാനിലെ ഫുൾ ഭാഗവും കാണാം. അത്ര രസമുണ്ടായിട്ടുണ്ടായിന് എന്നാണ് പറഞ്ഞത്. ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഈ ഫോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റാണ്. അതിൻ്റെ ഓണർ മുംബൈയിലാണ്. അവരിങ്ങനെ ലീവിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നിൽക്കൽ. ഇതിൻ്റെ ഉള്ളിൽ ബെഡ്റൂമുണ്ട്, പൂന്തോട്ടമുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സെലിബ്രിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ടൊന്നും ഇറങ്ങാം, അങ്ങനെയല്ലാതെ അതിൻ്റെ മൊത്തത്തിലൊന്നും കാണാനൊന്നും കഴിയില്ല. അപ്പോൾ അവർ നാട്ടിലുണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. ഇവരെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, ആ നാട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. അവർ നാട്ടിൽ ഉണ്ടായാൽ അതിൻ്റെ എല്ലാ ഭാഗവും കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇപ്പോൾ അവർ മുംബൈയിലായതുകൊണ്ട് നമ്മളും അങ്ങനെ അതിൻ്റെ ഉള്ളൊന്നും കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുള്ളത്, വോയിസ് കൊടുക്കാൻ സൗണ്ട് ശരിയാക്കാൻ നോക്കിയിട്ട് എങ്ങനെ ശരിയാവുന്നില്ല. അപ്പോൾ കഴിയുന്നത് പോലെ വോയിസ് ചെയ്യുന്നതാട്ടോ. അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിവിടെ ബിരിയാണി വെക്കുകയാണ്. ബിരിയാണിക്ക് ഉള്ളി മുറിച്ച് കൊടുക്കുന്നുണ്ട്. സ്പീഡ് വാവ്. നമ്മളെ ഒറ്റക്കെത്തി അതാ വേണ്ടി ക്യാമറക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് അന്നേരം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. എന്തായെന്നുള്ളത് അറിയില്ല. മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഹെൽപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഹെൽപ്പാക്കാണ്ട് വഴിയില്ല, കാരണം കാത്തു ഒന്നിനും വിടുന്നുണ്ടായിട്ടില്ല. ഭയങ്കര കരച്ചിലായിരുന്നു അവളുടെ അടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. ആരൊക്കെയും പോകുന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഹെൽപ്പ് ചെയ്യാണ്ട് ഒരു വഴിയും ഇല്ല. ഒരാൾ ഉള്ളി കട്ട് ചെയ്ത് തന്ന്, വെളുത്തുള്ളി തൊളിച്ച് തന്ന്, അപ്പോൾ മസാലേൻ്റെ എല്ലാം ഉണ്ടാക്കി തന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാളെന്നെ വേണ്ടി വന്നിട്ടുണ്ടായി. അത് പെട്ടെന്ന് പേസ്റ്റ് ആവുന്നുണ്ടായിട്ടില്ല. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അവർ ഭയങ്കര പേസ്റ്റൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ടൈമൊക്കെ അടിച്ചിട്ട് അങ്ങനെ രണ്ടാളും കൂടിയിട്ട് അവർക്ക് ആക്കി തന്നിട്ടുണ്ടായി. പിന്നെ അവർക്ക് ജ്യൂസ് മെഷീൻ അങ്ങനെ യൂസൊന്നും ചെയ്യലില്ല എന്ന് തോന്നുന്നു. അവർ ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടുതരാ ചെയ്തത്. പിന്നെ എപ്പോഴും ചപ്പാത്തി ആക്കുന്നവർക്ക് പിന്നെ ജ്യൂസ് മെഷീനൊന്നും അത്ര ആവശ്യമൊന്നും വരില്ലല്ലോ. പിന്നെ കാത്തുവിൻ്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ നമ്മളവിടെ കട്ടിലിട്ട് അപ്പോൾ അവൾ അവിടെ ഉറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പിന്നെ ഇത് ഏട്ടൻ്റെ വൈഫിൻ്റെതാട്ടോ. അവർ വേറെ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കൽ, എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു പാത്രത്തിൽ ചിക്കൻ ഫ്രൈ ആയി, ഒരു പാത്രത്തിൽ ഈ ഉള്ളിയും തക്കാളിയൊക്കെ വേവിച്ചിട്ടെടുത്ത്. അപ്പോൾ അത് രണ്ടും മിക്സാക്കി കഴിഞ്ഞാൽ മസാല റെഡിയായി. മസാല റെഡിയായവർ തന്നെ ഞാൻ അവിടെ ഉണ്ടായി ചപ്പാത്തി എടുത്തിട്ട് കുറച്ച് മസാലയും കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടാണ്. പിന്നെ ഈ രണ്ട് പാത്രത്തിലുള്ളത്, ഒന്ന് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായ അഷ്റഫ് അരി ഉണ്ടല്ലോ, നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അഷ്റഫ് അരി. അപ്പോൾ അത് നെയ്ച്ചോറാക്കിയിട്ട് ഒരു പാത്രത്തിൽ ദമ്മിട്ടതാണ്. അപ്പോൾ നമ്മളെ ശരിയായ തനതായ ബിരിയാണീൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. അവരെ അരി വേറെ തന്നെയായിരുന്നു. അത് എന്തരിന്നൊന്നും അറിയില്ല. അതുപോലെ അവരുടെ ഗീ റൈസിൻ്റെ അരി, അപ്പോൾ അത് വേറെ തന്നെ ആയിരുന്നു. അപ്പോൾ ദമ്മിലിട്ടതിന് ശേഷം അവർക്ക് എല്ലാ ഫുഡിൻ്റെ കൂടെ സാലഡ് കഴിക്കലുണ്ട്. അപ്പോൾ അവർ സാലഡ് ഉണ്ടാക്കിയെന്ന് നമ്മളെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയായി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവേന്ന്. അടിപൊളി ബിരിയാണി തന്നെ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ കഴിക്കലില്ല എന്ന് പറഞ്ഞ് അവൻ്റെ വൈഫുണ്ടല്ലോ, അവൻ്റെ വൈഫ് അവരങ്ങനെ പൊതുവെ പെണ്ണുങ്ങളാരും മറ്റുള്ളവർ മുന്നിൽ ഇങ്ങനെ മുഖത്ത് ഷോളൊക്കെ ഇട്ടിട്ടാണ് നടക്കൽ. അപ്പോൾ അവരാരും ഒരുമിച്ച് എന്തായാലും ഫുഡൊന്നും കഴിക്കില്ലല്ലോ. നമ്മളെ റൂമിൽ നിന്ന് നമ്മൾ ഫാമിലി മാത്രം അങ്ങനെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ദമ്മായപ്പോൾ
കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഒന്ന് ഇറങ്ങിയതാണ്. അവർ പിന്നെ അവൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ഗല്ലിയിൽ തന്നെ കുറച്ച് അപ്പുറത്ത് ആയിട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് നടന്നിട്ട് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നിട്ട് പോകാമെന്ന്. അപ്പോൾ ഓരോരാളെ വീടും കാര്യങ്ങളൊക്കെ കണ്ട് ഓരോരാൾ കുറച്ച് വലിയ രീതിയിൽ തന്നെയാണ്, ഒരാൾ നന്ന പാവങ്ങളായിരുന്നു. ഇവന്റെ ഉപ്പാന്റെ അനിയ എളാപ്പ നമ്മളെ നാട്ടിലെ എളാപ്പാന്റെ സ്ഥലമുണ്ട്. അപ്പൊ എളാപ്പ പോരെടുത്ത് കാണാം. അപ്പൊ ഇവർക്കിടെ സ്ഥലം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ പോരെ എടുക്കുക സ്ഥലം അവിടെ ഉണ്ട്. ഇപ്പൊ എളാപ്പന്റെ വീടും ആ സ്ഥലവും കാണാനാ പോന്ന്. ഓക്കേ, ഇതും അവൻ്റെ ഏതോ ഫാമിലിയാണ്. പോകുന്ന വഴിക്ക് അങ്ങനെ കയറിയതാണ്. അവർ കുറച്ച് ഉള്ള ടീം തന്നെയാണ്. അയാൾ സൗദിയിലാ മറ്റാണ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വെള്ളം കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഇതാണ് ഇവർക്ക് വീടെടുക്കേണ്ട സ്ഥലം. ഇവരുടെ ചാച്ചൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് ചാച്ചൻ്റെ വീട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ കാണിച്ചു തന്നതാണ് ഇത് 1 കോടി രൂപേൻ്റെ വീടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെയിൽക്ക് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ 1 കോടിൻ്റെ വീട് നല്ല അടിപൊളി സ്ഥലത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇത് പിന്നെ എടുത്തിട്ടുള്ളത് ഗല്ലിയിൽ ഓരോ വീടിനെ പറ്റിച്ചിട്ടൊക്കെ എടുത്തത്. അത് 1 കോടിൻ്റെ വീടാണെന്നൊന്നും കണ്ടാൽ പറയൂല കേട്ടോ. ഒന്നും ചെയ്യൂല ഒരു നായി. ഇതാ നായോ ആടോ ഒന്നിച്ച് ഇത് ആയി. നമ്മൾ മാർക്കറ്റിലൊക്കെ ഒന്ന് പോവാന്ന്, മാർക്കറ്റിലൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. പിന്നെ അതുമല്ല നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ കഴിയുന്നില്ല. അവിടുന്ന് ഷുഹൈബ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടത്തേക്ക് പോവാം, അവിടെ വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോവേന്ന്. പോകുന്ന വഴിക്ക് ഒരു ചുട്ടി ഷോപ്പ് കണ്ടിട്ട് അവിടുന്ന് ചുട്ടി വാങ്ങാമെന്ന് വിചാരിച്ച്. ലെതറിൻ്റെ ചുട്ടിയാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിനി. അങ്ങനെ ഒരു ചുട്ടി അവിടുന്ന് വാങ്ങി. അങ്ങനെ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. പിന്നെ ഇത് അവരെ ഓണറിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്നിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഫാമിലി. ഷുഹൈബിന് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂഷൻ എടുക്കലാന്ന് പണി കേട്ടോ. എന്താ സബ്ജക്റ്റ് എന്നൊന്നും ചോദിച്ചിട്ടില്ല, ട്യൂഷൻ എടുക്കലാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആകുന്നത് വരെ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഫാമിലി ആയിരുന്നു. നല്ല വർത്താനമൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ നല്ല രസമുണ്ടായിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് പിന്നെ ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. നേരത്തെ കാണിച്ചു നമ്മൾ കുറേ സംസാരിച്ച് പിന്നെ പുറത്തൊക്കെ കഴിഞ്ഞിട്ട് നിന്നിട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ടും സംസാരം തീരുന്നൊന്നുമില്ല. കുറേ സംസാരിച്ചിട്ട് നിന്ന്. പിന്നെ അതിനിടയിൽ അവർക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടോ. അവർ ഭയങ്കര ചങ്ങായിയൊക്കെ ആയിട്ടുണ്ടായിന്. അങ്ങനെ സംസാരിച്ചിട്ട് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെയും ഉള്ളിൽ കയറി ഇരുന്നിട്ട് വീണ്ടും സംസാരമായിരുന്നു. പിന്നെ ഇവർ ഹിന്ദിയിലല്ലേ സംസാരിക്കുന്നത്, എനിക്കാണെങ്കിൽ ഒരു മണ്ണാങ്കട്ടി മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ അതിനിടയിൽ ഇവരെ വീട് വീഡിയോ എടുത്തിട്ടുണ്ടായിന്. ചെറിയൊരു കുഞ്ഞ് നമ്മളെ ഈ ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെ. അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. ഇങ്ങനെ കയറിയ പോലെ തന്നെ വലിയ ഹോള്, എന്നിട്ട് പിന്നെ ഒരു ബെഡ്റൂം, പിന്നെ കിച്ചണിലെ പാത്രമൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബൗളൊക്കെ വെച്ചിട്ടുണ്ടോ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ കാണിച്ചു തന്നിരുന്നു. പിന്നെ ആ കിച്ചണിൽ തന്നെ അവിടെ കാണുന്നത് ഇങ്ങനൊരു റൂമാണ് കേട്ടോ. കിച്ചണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂം. പിന്നെ ഇവർക്ക് പിന്നെ ഇവിടെയാണ് കൂളർ. പിന്നെ ഇതിനിടയിൽ നമ്മളവിടെ ആക്കിയിട്ട് സുഹൈൽക്ക പുറത്തു പോയിട്ടുണ്ടായിന്. ഞാനവിടെ ഉണ്ടായിട്ടും നമുക്കപ്പുറം ഇപ്പുറം സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ, ഹിന്ദി അറിയില്ലല്ലോ, അവർക്ക് എൻ്റെ മലയാളവും അറിയില്ല, ഇംഗ്ലീഷും അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ബത്തുൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത്. എന്നാലും ആംഗ്യത്തിലൂടെയൊക്കെ കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിന്. നമ്മൾ വരുമ്പം അവർക്കെന്തോ ഒരു ഭയങ്കര ടെൻഷൻ പോലെ ആയിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ താഴെ ഫുള്ള് ഷോപ്പൊക്കെ ആയിരുന്നു, ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ഷോപ്പൊക്കെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ രാത്രിയൊക്കെ മക്രോണി ആക്കാൻ വേണ്ടിയിട്ട് മക്രോണിയൊക്കെ വാങ്ങിക്കാനാണ് അവർ പോയിട്ടുണ്ടായത്.
അങ്ങനെ നമ്മളതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആ പോകുന്ന ഇടയിൽ ഇങ്ങനെ കളിക്കുന്നത് കണ്ടതാട്ടോ. കുറേ കുട്ടികളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുന്നു. സ്വന്തമായിട്ട് കിച്ചണൊക്കെ കിട്ടും. ചെറിയ കിച്ചണ്. ഇത് ഇവർ കിച്ചണല്ലേ? ഒഫീഷ്യൽ കിച്ചൺ ആണോ? ഇവർ ഒഫീഷ്യൽ കിച്ചൺ. ഒരാൾക്ക് നിന്ന് കാശ് ഗൾഫിൽ എന്നൊരു പ്രവാസിനെ അപേക്ഷിച്ച് കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ മസാല വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പാട്ട്, എല്ലാം സ്റ്റീലിന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാട്ടാ. പിന്നെ അടിയിൽ ഇതിന് ഇവർക്ക് ആട്ടേന്റെ വേണ്ടി പോകും. വേറൊന്നും വെക്കാനില്ല. അങ്ങനെ മക്രോണിയൊക്കെ റെഡിയായി. ഒരുപാടൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കൂല. ബാക്കിയുള്ളവരൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ച് ഷൊയ്ബിന് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ, പിന്നെ നമുക്കും. അപ്പോൾ അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അവൻ്റെ ബ്രദറും ഉപ്പയും കഴിച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അവർക്ക് ഇങ്ങനത്തെ സംഭവമേ അറിയില്ല കേട്ടോ. അവിടെ നിന്ന് ആരും ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ്. അവരെപ്പോഴും ചപ്പാത്തി പോലും. എനിക്ക് തന്നെ അത്ഭുതമാവുന്നു, എങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് എന്തോ ഒരു വലിയ പാട്ടൊക്കെ കേട്ടിട്ട് എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാന്നിട്ടാ. ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്നെ വലിയ കാര്യമായിട്ട് അങ്ങനെ കൊണ്ടുപോവാന്ന്. അത് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.